എന്താടാ എന്താ ഇതേ ഈ പരസ്യത്തിന്റെ വൈൻഡിങ് വയറൊക്കെ കൂടി വെച്ച് കെട്ടിയിട്ടേ ഏറാൻ ഇറക്കല്ലത്. ഇവന്മാരെ കൊണ്ടൊക്കെ ഉള്ള ഉപകാരങ്ങള് അതൊക്കെ ഊരിയങ്ങ് വലിച്ചെറി. പിന്നെ ആ സർവീസ് വയറിന്റെ ക്ലാവ് വന്നിട്ടുണ്ടാവും കേട്ടോ, കൂടെ ചൊരണ്ടിട്ടോ. അത് ഞാൻ ക്ലിയർ ചെയ്യാം. കനക ഇതേ ഈ ന്യൂട്രൽ ലൈൻ ഇളകി കിടക്കാണ്. നീ തൽക്കാലം എങ്ങനെയാണ് വെക്കടേ, ഇല്ലെങ്കിൽ പിന്നീട് മാറ്റാത്. അതെ സാറേ, ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തായിരുന്നു. വീട്ടിൽ കറണ്ട് ഇല്ല, ഒരു ലൈൻ പൊട്ടി കിടക്കുക. അതുകൊണ്ട് മോട്ടർ അടിക്കത്തില്ല, വെള്ളവും ഇല്ല, ഒരു തുള്ളി വെള്ളവും ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അത് നടക്കുമല്ലോ. നിങ്ങളെ രാവിലെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തത്? ഞാൻ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് വരാട്ടാ. സാറേ ഒന്ന് വാ സാറേ, എന്തെങ്കിലും ഞാൻ ചില്ലറ വല്ലതും തരാം. എന്തോന്ന്? എന്തെങ്കിലും ചില്ലറ വല്ലതും തരാം. നിങ്ങൾ എത്ര ചില്ലറ തരും? അല്ല എത്ര ചില്ലറ നിങ്ങൾ തരും? 500 രൂപ തരാം. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങളെ കൂടെ കേടെടുത്താൽ നിൽക്കുന്നത് കേട്ടാ. സാറ് ഞങ്ങൾ വന്നോളാന്ന് പറയില്ല, ഇത് കഴിയട്ടെ ചേട്ടാ. സാറേ പാടിന് പോകും, അത് മുറുക്കിയിട്ടുണ്ട്. അതെ, അത് മാറ്റേണ്ടി വരും കേട്ടോ. അത് അതിലൊക്കെ പിന്നെ മാറ്റുന്നേ. ഇപ്പൊ തൽക്കാലം ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണത്. ഞാൻ അവിടെ കേട്ട്. അതെ, ഇപ്പൊ വന്ന കക്ഷിയില്ലേ, അല്ല രാവിലെ വിളിച്ചിരുന്നു ഓഫീസിൽ. അതൊന്ന് മാറ്റി കൊടുത്തൊരു എന്തൊക്കെ ഇടുണ്ടെന്ന് പറഞ്ഞു. മാറ്റാന്ന്. ഭക്ഷണം കഴിച്ചിട്ട് പോണോ അതോ? എന്നാ ഭക്ഷണം കഴിച്ചിട്ട് പോവാല്ലേ? നീ ഒരു പണി വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടുന്ന് എവിടെ കടയിൽ നിന്ന് കഴിക്കാം. അതെ, വീട്ടിലാരും ഇല്ല, അവളും ഉമ്മാനെ കൊണ്ട് ആശുപത്രി പോയൊക്കെയാണ്. അപ്പൊ ഞാൻ ഉച്ചക്ക് എവിടെ നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചു പോയാ പോരെ? വേണ്ട, നീ പോയിക്കോ, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. വേണ്ട, ഞാൻ ജമന്തി വിളിച്ച് പറയാം. വേണ്ടെന്നേ. കുഴപ്പമില്ലാന്ന്, ഏതായാലും ഇവിടെ അടുത്തല്ലേ. വിളിക്ക്. ജമന്തി, ഹലോ ജമന്തി. അന്ന് ഊണ് കഴിക്കാൻ ഫാസിനോടെ കാണൂട്ടാ. എന്തേ? ഒന്നും വേണ്ട, നമ്മൾ കഴിക്കണ പോരെ. കോഴിമുട്ടല്ലേ, ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി. ഒന്നും വേണ്ടെന്നേ. പിന്നെ മീൻ ഉണ്ടാക്കാൻ വർക്കും ചെയ്തോ, പപ്പടം കാച്ചിക്കോ, അത് മതി. അവന് മീൻ മതിയല്ലോ. ഓക്കെ. ശരി. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ വീട്ടിൽ പോയി അങ്ങോട്ട് ശരിയായി കൊടുത്ത് നോക്കാം. എന്നിട്ട് പോവാം കേട്ടോ. 500 റുപ്യ തരാൻ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങില്ല, അത് വാങ്ങിച്ചോ. അമ്മേ, ഏട്ടൻ വിളിച്ചേക്കണു. ഉണ്ണാൻ വേണ്ടി ഫാസിലും കൂടി വരുമെന്ന്. ഇതായി ആണുങ്ങളുടെ ഒരു സ്വഭാവം. അല്ല, ആരെങ്കിലും ഉണ്ണാൻ വിളിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ എന്തുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ട വിളിക്കാനുള്ളത്. പണ്ട് ഹവീൽദാരുടെ സ്വഭാവം ഇതായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം 3-4 പട്ടാളക്കാർ ഉച്ച സമയത്ത് എന്റെ വീട്ടിൽ ഉണ്ണാൻ വന്നിരിക്കുന്നു. അന്തം വിട്ടുപോയി. ഹവീൽദാരുടെ സ്വഭാവം അല്ലേ, എന്നെ വച്ചേക്കോ. ഞാൻ പതുക്കെ ഇങ്ങ് വിളിച്ചു അകത്ത് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ പോയപ്പോ പറഞ്ഞതല്ലായിരുന്നാ എനിക്ക് വയ്യ, ഞാനിന്നൊന്നും ഉണ്ടാക്കത്തില്ല എന്ന്. ഒന്ന് കുടുക്കിയൊക്കെ മറിച്ച് നോക്കി, ഞാൻ വകവെച്ചു കൊടുത്തില്ല. ഞാൻ ധൈര്യം സംഭരിച്ചോണ്ട് ഞാൻ വന്ന് പറഞ്ഞു, ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. ഹവീൽദാർ ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞതാ എനിക്ക് വയ്യാന്നുള്ളത്. പക്ഷെ എന്തോ ചെയ്യാനാ, അവരും ഒരു വല്ലാതെ ഹവീൽദാരും ആകെ. ഞാൻ പറഞ്ഞു, ഞാനിന്ന് പൊടിയരി കഞ്ഞി ഉണ്ടാക്കി, ചുട്ട തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി, പപ്പടം ചുട്ട് വെച്ചിരിക്കുക, പിന്നെ കൊണ്ടാട്ടുണ്ട്, അതും കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു. അയ്യോ, അതിനെന്താ, ഞങ്ങൾക്കത് മതി. ഇതുപോലുള്ള ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, ഞങ്ങൾക്കിത് മതി, സന്തോഷമായി. അവരതും കഴിച്ചോണ്ട് പൊന്നുപോലെ. അതുപോലെയാണ് ജവായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഫാസിൽ വരുമ്പോഴത്തേക്കും കുറച്ച് പൊടിയരി കഞ്ഞിയും ചുട്ട പപ്പടം ഒക്കെ ഉണ്ടാക്കി വെക്കാം. എന്റെ പനിയാന്ന് പറയാം. നന്നായിരിക്കും, അവനല്ലേ ആള്. പിന്നെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും അമ്മേ? അവിയലും മത്തിക്കറിയാ? അവിയലും പൊട്ട മത്തിക്കറി. കൊണ്ടാട്ട അരിപ്പില്ലേ? കൊണ്ടാട്ടമൊക്കെ ഉണ്ട്. മുട്ട അരിപ്പില്ലേ? അതൊക്കെ എടുത്തൊന്ന് ശരിയാക്കി. ഞാനേ, നീ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി അവളെ ഇത്തിരി കറിയും കൂടെ വാങ്ങിച്ചോണ്ടോ. തങ്കത്തിന്റെ എനിക്ക് നാണക്കേട് അവിടെ പോയി കറിയൊക്കെ ചോദിക്കാൻ വേണ്ടി. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന നിനക്ക് തിന്നാനാവോ? അമ്മ എനിക്ക് പറ്റൂല. പിന്നെ ഞാൻ പോയി എടുത്തോണ്ട് വരാം, നീ ഇവിടെ ഒന്ന് തൂക്ക്. അല്ല, അപ്പൊ കൊണ്ടാട്ടം മറക്കണ്ടേ? തൂത്തിട്ട് കൊണ്ടാട്ടം മറത്താ മതി. ദേവാനിക്ക് ഒരു പണിയും ചെയ്യരുത് കേട്ടാ. അല്ല, പെണ്ണ് തന്നെ എന്തായാലും തൂത്തിട്ട് പോയാ മതി. ഒന്നിനും സമ്മതിക്കില്ല. ഇതെന്തോ നീ അരി അത്രയും ഭാര്യ ഇങ്ങനെ കളഞ്ഞിരിക്കുന്നത്? അരി കളഞ്ഞല്ല, അറിയാതെ പോയതാ. ഫ്ലീറ്റസോടെ പോയി, ഫ്ലീറ്റ് പാർട്ടിയുടെ പരിപാടിക്കൊണ്ട് പോയി. കുറച്ച് കഴിയുമ്പോ വരും. എന്തിനു കുറച്ച് കഴിയുമ്പോ വരുന്നത്? നാക്കൊരു തൊഴിലുമില്ല, നടത്തേക്ക് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞാൽ ഈ ക്ലീറ്റസിന്റെ പെരുമാറ്റം.
എന്താ അമ്മ? ആ ദിവസം പോകും വരും അത്ര തന്നെ. വേണ്ട എല്ലാ കാര്യവും സാധിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. നീ അവരുടെ അടുത്ത് വിളിച്ച് പറ. എന്തിനാ അമ്മ പാവത്തിന് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയണേ? ഇവിടെ കറി എന്തെങ്കിലും ഉണ്ടാക്കിയ? അതുകൊണ്ട് അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. അവിടെ മത്തി കറിയോ അവിയലും. ഇന്ന് കനകഞ്ചിയുടെ ഉണ്ണാൻ ബാസിലും കൂടെ വരുമെന്ന് പറഞ്ഞു. എന്താ ഫാസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ചൊരു വരവ്? അല്ല പ്രത്യേകിച്ചല്ലല്ലോ, അവൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരത്തില്ലേ? കറി ഇപ്പൊ എന്താ? മീൻകറി ഇരിപ്പുണ്ട്. അല്ല മീൻകറി അവിടെ ഉണ്ട്. ദോശക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഇരിപ്പുണ്ട്. അത് മതിയോ? എന്നാ സാമ്പാർ എന്നാ തിരികിതാ. ഞാൻ ബൗളിലെടുത്തോ, ഇളക്കിട്ടെടുക്കട്ടാ. മതി. അമ്മേ, ഞാനൊരു കാര്യം പറയാൻ പറ്റിയായിരുന്നു. എന്തോന്ന് പറ. ഞാനേ അങ്ങോട്ട് വരാന്ന് ഓർത്തിരിക്കായിരുന്നു. അതിനകത്ത് നിനക്ക് വന്നൂടെ? എന്താ അത്യാവശ്യം? ഒരു 500 രൂപ തരുമോ? എന്തോത്തിന്? എനിക്ക് നൂലും തുണിയൊക്കെ മേടിക്കാൻ വേണ്ടിട്ടാ. നീ ഈ തയ്ക്കുന്ന കൂലിയൊക്കെ എന്തോ ചെയ്യുന്നത്? എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പോയതാണേ. അമ്മ ഇങ്ങനെ കണക്കൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ കടമായിട്ടൊന്നും അല്ലല്ലോ ചോദിച്ചത്. നാളെ അങ്ങ് തിരിച്ചരില്ലേ? നാളെ തരാന്ന് പറഞ്ഞ് ഇന്ന് വാങ്ങിക്കുന്നത് ഞാൻ കടമെന്ന് പറയുന്നത്. വാങ്ങിച്ചോന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അല്ല നീ അതിന് പരിഭവിക്കൊന്നും വേണ്ട. വാ തരാം. പെറ്റുപോയില്ലേ? ഞാൻ വേഗം വരാട്ടാ. Alien versus Alien.